പാർട്ടി ചെയർമാൻ കെ എം മാണിയുടെ പേര് പോലും പറയാതെയായിരുന്നു അരുവിക്കരയിലെ പ്രത്യേക കൺവെൻഷൻ. പതിവ് സൗമ്യത വിട്ട് CPM-നെ നേരിയ തോതിൽ കടന്നാക്രമിച്ചായിരുന്നു ഉദ്ഘാടകനായ വർക്കിംഗ് ചെയർമാൻ PG ജോസഫിന്റെ പ്രസംഗം. ഈ തെരഞ്ഞെടുപ്പ് പ്രവർത്തനം തുടങ്ങിയതിനു ശേഷവും നമുക്കറിയാം കണ്ണൂരിലുണ്ടായ ബോംബ് സ്ഫോടനം. അക്രമ രാഷ്ട്രീയത്തിന് കേരളത്തിൽ ജനങ്ങൾ ഒരു കാരണവശാലും അംഗീകാരം കൊടുക്കില്ല. അതുകൊണ്ട് വികസനവും സമാധാനവും ഉറപ്പാക്കാൻ ശ്രീ ശബരിനാഥനെ വിജയിപ്പിക്കണം എന്നാണ് നമുക്ക് അഭ്യർത്ഥിക്കുക. ആമുഖപ്രാസംഗികനായ ആന്റണി രാജുവിന്റെ വാക്കുകളിലും ബാർക്കോഴ കടന്നു വന്നില്ല. നമുക്കറിയാം അരുവിക്കര മണ്ഡലത്തിലെ പ്രബുദ്ധരായ വോട്ടർമാർ ഒരിക്കലും തങ്ങളുടെ വോട്ട് പാഴാക്കുവാൻ ആഗ്രഹിക്കാത്തത് കൊണ്ട് ഒരു കാരണവശാലും ഈ തെരഞ്ഞെടുപ്പിൽ വിജയിക്കില്ലെന്ന് ഉറപ്പുള്ള BJP-ക്കോ PDP-ക്കോ മറ്റ് വർഗീയ പ്രസ്ഥാനങ്ങൾക്കോ വോട്ട് നൽകി പാഴാക്കില്ല എന്നുള്ള ഉറപ്പും നമുക്കുണ്ട്. ബാർക്കോഴയുടെ പശ്ചാത്തലത്തിൽ മന്ത്രി കെ എം മാണിയെ അരുവിക്കര മണ്ഡലത്തിലെ പ്രചാരണത്തിൽ സജീവമാക്കേണ്ടതില്ലെന്ന് നേരത്തെ UDF-ൽ ധാരണയായിരുന്നു. LDF-ന്റെയും BJP-യുടെയും പ്രധാന പ്രചാരണ വിഷയവും ബാർക്കോഴയാണ്. റിപ്പോർട്ടർ, അരുവിക്കര.